സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചന്ദ്രോത്ത് വീട്ടിൽ തൻ്റെ അച്ഛനെ ആക്രമിച്ചതിൻ്റെ പേര് ചോദ്യം ചെയ്യാൻ വേണ്ടി പോയതാണ് ദേവിക. അപ്പോഴേ ശാരിക പറഞ്ഞതാണ്, ഞാൻ തന്നെ പൊക്കോളാം, ചേച്ചി പോയി കഴിഞ്ഞാൽ നന്ദേട്ടൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സോപ്പിടും, അതോടെ ചേച്ചി അതെല്ലാം വിശ്വസിച്ച് കേട്ടുകൊണ്ടിഞ്ഞു പോരും, അതുകൊണ്ട് വേണ്ട എന്ന്. പക്ഷേ ദേവിക അത് കേൾക്കാതെ തൻ്റെ അച്ഛനോട് ചെയ്ത ക്രൂരതയ്ക്ക് താൻ തന്നെയാണ് പ്രതികാരം ചെയ്യേണ്ടേ അല്ലെങ്കിൽ പകരം ചോദിക്കേണ്ടേ എന്നുള്ള രൂപത്തിൽ പോയി. തിരികെ വന്ന ദേവികയിലെ മാറ്റം ശാരിക ഭയങ്കര കലി ഉണ്ടാക്കുന്നുണ്ട്. കാരണം നന്ദേട്ടൻ എന്തെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിച്ച് കാണും, അതാ ചേച്ചി ഇത്രയധികം മാറിയത്. ഞാൻ എൻ്റെ അച്ഛനോട് ചെയ്ത ക്രൂരതയ്ക്ക് പകരം ചോദിക്കാൻ പൊക്കോളാം, മറ്റാരും ഇടപെടേണ്ടെന്ന് പറഞ്ഞിട്ട് ശാരി പോകാൻ ഒരുങ്ങുന്ന സമയം, വേണ്ട ശാരി, നന്ദുവിനൊരു അബദ്ധം പറ്റിയതാ, അതെനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഓ, ചേച്ചി അങ്ങനെ പറയുള്ളൂ എന്ന് എനിക്കറിയാം. ചേച്ചിക്കിപ്പോൾ പ്രശ്നമില്ലല്ലോ, നന്ദേട്ടനുമായിട്ടുള്ള പ്രശ്നമൊക്കെ പറഞ്ഞു തീർത്ത് കാണും. ചേച്ചി ഇപ്പോഴും ആ അടിമത്ത മനോഭാവം വിട്ട് കളഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യുന്ന സമയത്ത് ദേവികയാണെങ്കിൽ നിവർത്തി കിട്ട ആ സത്യം തുറന്നു പറയുന്നുണ്ട്. ശാരി, നന്ദൻ അബദ്ധം പറ്റി ചെയ്തതാ. ഋഷിയുടെ കൂട്ടുകാർ ഋഷിയെ കാണാത്തതിൻ്റെ പേര് നന്ദനോട് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിടുന്ന സമയം അച്ഛനും ഗിരിയേട്ടനും നന്ദനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നതാണ്. പക്ഷെ അത് നന്ദൻ കണ്ടില്ലായിരുന്നു. എന്തിനാ ഋഷിയെ കാണാത്തതിൻ്റെ പേര് ഋഷിയുടെ കൂട്ടുകാർ നന്ദേട്ടനെ ആക്രമിക്കുന്നത്? നന്ദു ഒരാളെ കൊന്നു ശാരി. അത് കേട്ട് ശാരിക്ക് ആകെ ഷോക്കാകുന്നു. ചേച്ചി എന്താ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യ, മറ്റാരോട് നീ ഇത് പറയരുത്. ഗിരീഷേട്ടനും മുരളിയേട്ടനും ചന്ദ്രോത്ത് പോയി എന്തായി, നന്ദനെ കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരോട് പോലും ഞാൻ സത്യം തുറന്നു പറഞ്ഞിട്ടില്ല. നിന്നെ വിശ്വസിച്ച് ഞാനങ്ങ് പറയുക. നന്ദു ഋഷിയെ കൊലപ്പെടുത്തി ആരും അറിയാതെ കുഴിച്ചുമൂടി എന്നൊക്കെ പറയുന്നത് എനിക്കൊന്നും അറിയില്ല. അങ്ങനെ ആകെ മാനസിക സമ്മർദ്ദത്തിൽ നടക്കുവാണ് നന്ദൻ. ഋഷിയുടെ ആത്മാവിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞത് സത്യമാണ്. നന്ദേട്ടൻ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ ഇത്രയധികം രൂക്ഷമാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. എങ്കിലും നന്ദേട്ടൻ എങ്ങനെ ഒരാളെ കൊല്ലാനൊക്കെ മനസ്സ് വന്നു? അബദ്ധം പറ്റിയതാണെന്നാണ് പറയുന്നത്. ആ സമയത്ത് ഡോക്ടറാണെങ്കിൽ മാധവനെ ചെക്കപ്പ് ചെയ്തിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ വരുന്നത് കണ്ടിട്ട് രാധികയും അതുപോലെ ദേവികയും ശാരികയും അങ്ങോട്ടേക്ക് ചെല്ലുന്നു. മാധവേട്ടൻ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് രാധിക ചോദിക്കുന്ന സമയത്ത് ഡോക്ടർ പറയുന്നു, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഇപ്പം പുള്ളിക്കാരന് ബോധം തെളിഞ്ഞിട്ടുണ്ട്, ആർക്കെങ്കിലും ഒരാൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ പോയി കാണാം, പിന്നെ ആളെ വിഷമിപ്പിക്കുന്ന രൂപത്തിൽ ഒന്ന് സംസാരിക്കാതെ നോക്കണം എന്ന് പറയുന്ന സമയത്ത് രാധികയാണെങ്കിൽ അകത്തേക്ക് പോയി മാധവനെ കാണാൻ തീരുമാനിക്കുന്നു. അങ്ങനെ നേഴ്സാണെങ്കിൽ ഡോറ് തുറന്നു കൊടുക്കുമ്പോൾ രാധിക ആകെ വിഷമിച്ച് മാധവനെ നോക്കുമ്പോഴത്തേക്കും തളർന്നു കിടന്ന് ഉറങ്ങുവാണ്. പുള്ളിക്കാരൻ കണ്ണ് തുറന്നിട്ടില്ല. അപ്പം മാധവനെ കണ്ടിട്ട് രാധികയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, പൊട്ടിക്കരയുന്നുണ്ട്. അപ്പം നേഴ്സ് പറയുന്നു, കരയൊന്നും ചെയ്യരുത്, പേഷ്യൻ്റെ മുമ്പിൽ വെച്ച് പേഷ്യൻറ്റിനെ വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ഓക്കെ പറയുന്നുണ്ട് രാധികയെ. അങ്ങനെ മാധവൻ കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും രാധികയെ കാണുന്നു. നീ പേടിക്കുകയൊന്നും വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല രാധികയെ, അത് നന്ദൻ അബദ്ധം പറ്റിയതാ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതെനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു, അല്ലാതെ നന്ദൻ മനഃപൂർവ്വം മാധവേട്ടനെ ഉപദ്രവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശാരിക എന്തൊക്കെയോ പിച്ചുമ്പേയും പറയുന്നുണ്ട്. എനിക്ക് അപ്പോഴേ അറിയാം നന്ദൻ ഒരു തെറ്റും ചെയ്ത് കാണത്തില്ല, അബദ്ധം പറ്റിയതായിരിക്കുമെന്ന്. ഗിരി ഇല്ലേന്ന് ചോദിക്കുന്ന സമയത്ത് ഗിരിയ മാധവേട്ടനെ തക്ക സമയത്ത് ഇവിടേക്ക് കൊണ്ടുവന്നത്, ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതേസമയം ഇസബല്ലയ്ക്ക് DYSP വിളിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു, ചന്ദ്രോത്ത് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നു. ഇപ്പം നന്ദനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. 2 തവണ കെവിൻ വിളിച്ചിട്ട് ഫോൺ എടുത്തുമില്ല എന്ന് മാത്രമല്ല, സിദ്ധാർത്ഥൻ പറഞ്ഞത് പ്രകാരം നന്ദനാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥൻ പറഞ്ഞിട്ടുണ്ട്, എന്താ ശരിക്കും നടന്നതെന്നുള്ള കാര്യം ഞാൻ അന്വേഷിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം കീഴടങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി, തൽക്കാലം നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറയുന്ന സമയത്ത് നന്ദനാണെങ്കിൽ ഇനി അതൊന്നും കേൾക്കാൻ തനിക്ക് പറ്റില്ല, എത്രയും പെട്ടെന്ന് കുറ്റമെല്ലാം ഏറ്റുപറഞ്ഞ് അതിന് തക്കതായിട്ടുള്ള ശിക്ഷ എനിക്ക് ഏറ്റുവാങ്ങണം. അതൊക്കെ ശരി, നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അബദ്ധം പറ്റിയതാണെങ്കിലും അതിന് ശിക്ഷ വാങ്ങുന്നതിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ എന്താ ശരിക്കും നടന്നേ, ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നൊക്കെ ഞാനും കൂടി ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്. അതനുസരിച്ച് നന്ദൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. അങ്ങനെ വിളിച്ചിട്ട് നന്ദനെ കിട്ടാത്ത ദേഷ്യത്തിന് ഇസബല്ലയാണെങ്കിൽ ആകെ ചൂടാവുന്നു. മാത്രമല്ല DYSPയും പറയുന്നുണ്ട്, ചന്ദ്രോത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഒന്നെങ്കിൽ സത്യമല്ല നന്ദൻ ദേവികയോടോ അല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മളറിയാതെ മറ്റെന്തോ ചതി നമ്മുടെ പിന്നാലെ വരുന്നു. അത് കേട്ട് ഇസബല്ലയ്ക്ക് ഭയങ്കര ദേഷ്യമാകുന്നു. ഇനി എന്നെ ചതിക്കാനും കാണാം നന്ദൻ്റെ പുറപ്പാടെന്നുണ്ടെങ്കിൽ അവനെ ഞാൻ ജീവിക്കാൻ വെറുതെ വിടില്ല. എന്നെ ചതിച്ചുകൊണ്ട് ദേവികയും നന്ദനും അങ്ങനെ ഭാര്യയും ഭർത്താവുമായിട്ട് സുഖമായി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്ന സമയം കെവിൻ പറയുന്നു, നീ എന്താ ബെല്ല പറയുന്നത്? അപ്പം DYSP പറഞ്ഞ കാര്യങ്ങളൊക്കെ കെവിനോടും പറയുന്നു.
ഇന്നലെ തന്നെ ദേവികയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയണമെന്നുള്ള വാശിയിൽ നടന്നതാണ് നന്ദൻ. ഇനി മിക്കവാറും അച്ഛനെ ഉപദ്രവിച്ചത് നന്ദനാണെന്ന് തിരിച്ചറിഞ്ഞ് ഇനി നന്ദനെ കാണാൻ വീട്ടിലേക്കും വന്നു കാണുമോ ദേവിക എന്ന് കെവിൻ ചോദിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി ആലോചിക്കുന്നു. എന്നാൽ പ്രഭാവതിയാണെങ്കിൽ വീട്ടിൽ തുടരെ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രശ്നം വെപ്പിക്കാനായിട്ട് ജ്യോത്സ്യരെ വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനെ കബഡി നിർത്തി ജ്യോത്സ്യർ പറയുന്നു, വീട്ടിൽ അടുത്തിടെ നടക്കുന്ന പ്രശ്നങ്ങളെ തുടർന്ന് നിങ്ങളുടെ മകൻ വീട് വിട്ടു പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അത് കേട്ടതും ആകെ ഞെട്ടിവിറച്ച് നിൽക്കുവാണ് പ്രഭാവതി. ഇതിനെന്തെങ്കിലും പ്രതിവിധിയുണ്ടോ? അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം എന്തെങ്കിലും ഉണ്ടോ തിരുമേനിയെന്ന് ചോദിക്കുന്ന സമയത്ത് അതിനുള്ള മറുപൂജകളും അതുപോലെ ക്ഷേത്രദർശനവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തിരുമേനി പറഞ്ഞു കൊടുക്കുന്നു. എന്തായാലും മകൻ നാട് വിട്ടു പോകേണ്ടി വരും എന്നുള്ള ഒരു വാർത്ത കേട്ട് ആകെ തകർന്നിരിക്കുവാണ് പ്രഭാവതിയും. എന്തായാലും സിദ്ധാർത്ഥൻ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് മിക്കവാറും ഗിരീഷിനെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതിൻ്റെ സത്യാവസ്ഥ, അതായത് ഋഷിയെ കാണാതായോ അല്ലെങ്കിൽ ഋഷിക്ക് എന്തെങ്കിലും അപകടം പറ്റിയെന്ന് നന്ദൻ വിശ്വസിക്കുന്നത് സത്യമാണോ, ഇതിൻ്റെ പിന്നിൽ കെവിനും മറ്റുള്ളവരൊക്കെ ഉണ്ട്, അവരൊക്കെ ശരിക്കും നന്ദനെ സഹായിക്കുമായിരുന്നോ ചതിക്കുവാണോ എന്നുള്ള സത്യമൊക്കെ ഇനി അധികം താമസിക്കാതെ കണ്ടുപിടിക്കും. എന്തായാലും മാധവന് യാതൊരു ആപത്തും പറ്റിയിട്ടില്ല. പുള്ളിക്കാരൻ ഓക്കെ ആയിട്ടുണ്ട്. പക്ഷേ പ്രൊമോയിൽ കാണുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും മാധവൻ അപകടം പറ്റി മരണപ്പെട്ടു എന്നാണ്. നന്ദൻ വീണ്ടും ഒരു കൊലപാതകിയായെന്ന് തെറ്റിദ്ധരിക്കും. പക്ഷേ ഇല്ല, അയാൾ ഓക്കെ ആയിട്ടുണ്ട്. കാത്തിരിക്കാം.